ചക്ക ഷുഗർ പേഷ്യൻറ്റുകൾക്ക് ചക്ക കൂട്ടാൻ തോരന് ഇതൊക്കെ വളരെ നല്ലതാണെന്ന് ഓക്സ്ഫോർഡിൻ്റെ പഠനം. അപ്പോൾ ഈ പഠനം പുറത്തു വരുന്നത് 2025 കഴിഞ്ഞ വർഷം. എന്താണ് ഓക്സ്ഫോർഡിൻ്റെ കീഴിലുള്ള ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ ഒരു പഠന ഗവേഷണം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ 2025. ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഓക്സ്ഫോർഡിൻ്റെ കീഴിലുള്ള ഒരു സംഘത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ 2025. എന്താണ് അവരുടെയൊക്കെ പച്ചച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പോളിസാക്രൈഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് പച്ചച്ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് എന്ത് കുറയും? ഷുഗർ കുറയും. ഗുളികൻ്റെ ആവശ്യമില്ല, ഷുഗർ കുറയും സ്ഥിരമായി പച്ചച്ചക്ക കഴിച്ചാൽ. പച്ചച്ചക്ക എന്തല്ല, പേറ്റക്കല്ല, ഓക്സ്ഫോർഡിന് വേണം. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിനാൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് തടയാനും ഇതിലെ ഘടകങ്ങൾക്ക് ശേഷിയുണ്ട്. ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, നമ്മൾ ഇന്ന് ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഭക്ഷണ ശേഷം ഒരു 1.25-2 മണിക്കൂറാകുമ്പോൾ വീണ്ടും നോക്കിയാൽ 2 ലെവലായിരിക്കും. അതേ സമയത്ത് ചക്കയാണെങ്കിൽ ലെവൽ കൂട്ടൂല. ഫാസ്റ്റിങ്ങിൻ്റെ ലെവൽ പോലെ നിലനിർത്താൻ എന്തിന് കഴിയും? ചക്ക കഴിയും. മനസ്സിലായില്ല? അപ്പോൾ നമ്മളെ ഫാസ്റ്റിങ് ലെവലും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ലെവലും ഷുഗർ 2ആണല്ലോ. പക്ഷേ ഇത് വല്ലാതെ ഉയർത്താതെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പച്ചച്ചക്ക കൂട്ടാൻ വെച്ചേക്കുക. മനസ്സിലാണ്ട് പറഞ്ഞത്? ഷുഗർ നിയന്ത്രിക്കാൻ കഴിയും. ചക്ക ഉൾപ്പെടുത്തി തന്നെ വേണം. ഗ്യാസ് മറ്റൊക്കെ അമിതമായി ഉപയോഗിക്കുമ്പോഴുള്ളൂ, അത് വേണ്ട, ശ്രദ്ധിച്ചാൽ മതി എന്ന്. ഇതിലെ ഫ്ലേവനോയിഡുകൾ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുകൊണ്ട് പച്ചച്ചക്ക കഴിക്കണം. ഓക്സ്ഫോർഡിൻ്റെ കഴിഞ്ഞ വർഷത്തെ പഠനം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ കേംബ്രിഡ്ജിൻ്റെ കീഴിലുള്ള നേച്ചർ ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റിക്സ് എന്ന അവരുടെ പഠനം 2021 ആ പഠന സംഘത്തിൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദിവസവും 30 ഗ്രാം വീതം പച്ചച്ചക്ക ചോറിനും ചപ്പാത്തിക്കും പകരമായി ഭക്ഷണമായി ഉപയോഗിച്ച രോഗിയിൽ പ്രമേഹത്തിൻ്റെ സൂചകമായ HbA1c ഗണ്യമായി കുറയും. ഇപ്പം നമ്മൾ 3 മാസത്തിനുള്ളിൽ ഒരാളുടെ HbA1cയുടെ ലെവൽ എടുക്കും. അതാണ് സത്യത്തിൽ ഷുഗറിൻ്റെ യഥാർത്ഥ ലെവൽ. ഇപ്പോൾ മനസ്സിലായില്ലേ? HbA1c ഒരാളുടെ 3 മാസത്തിനുള്ളിൽ HbA1c ലെവലാണ് പ്രമേഹ ഡോക്ടർമാർ പിന്നെ ഡയബറ്റീഷ്യന്മാർ പരിശോധിക്കാൻ പറയാം. ഇത് നിയന്ത്രിക്കാൻ, ഇത് കൂടാതെ നിയന്ത്രിക്കാൻ എന്തുപയോഗിച്ചാൽ മതി? ചക്ക ഉപയോഗിക്കുക. ഒരു 30 ഗ്രാമെങ്കിലും ദിവസം ചക്ക ഭക്ഷണത്തിന് പകരം ഉപയോഗിക്കുക. സീസൺ അല്ലാത്തപ്പോൾ ഉണ്ടല്ലോ ചക്കല്ലേ, അത് തന്നെ. ഇപ്പം എൻ്റെ വല്യാപ്പാൻ്റെ ആരോഗ്യം എനിക്കില്ലല്ലോ, എന്നാലും ഇപ്പം ഇപ്പം ഇവിടെ വേണ്ടേ? വല്യാപ്പാനെ തിരിച്ചുകൊണ്ടല്ലേ നടക്കൂലല്ലോ. വല്യാപ്പാൻ്റെ ആരോഗ്യം നമുക്കൂടെ ഉണ്ടാവില്ല, എന്നാലും നമ്മൾ വേണ്ടേ എന്ന് പറഞ്ഞതുപോലെ ആ പഴയ കാലത്തെ ചക്കയുടെ ഗുണമൊന്നും 100% കിട്ടിയിട്ടില്ലെങ്കിലും ചക്ക എന്ന് പറയുമ്പോൾ 90% നമ്മൾ എന്ത് മതി പറമ്പിലുണ്ടാക്കുക. അതിന് നമ്മൾ പുതിയ മരുന്നിട്ട് കൊടുക്കാതിരിക്കുക. എല്ലാ കാലത്തും ചക്ക കിട്ടും, എല്ലാ കാലത്തും ചക്ക കിട്ടും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒരു ആഗ്രഹമാണ് ചക്ക ഉണ്ടാക്കണം. അതിന് ആവശ്യം നമ്മളെ ഭൂമിയുണ്ട്, പക്ഷെ ഒന്നും ശ്രദ്ധയില്ല. കർണാടക ഒന്നും വേണ്ട, മൂത്തരത്തിൻ്റെ അവിടെ ലാസ്റ്റ് ഭൂമിയുണ്ട്, ബേജാറുണ്ട്. രോഗികളുടെ ഫാസ്റ്റിങ്, അതേപോലെ തന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ലെവല്, അതായത് അതായത് ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷമുള്ള മനുഷ്യൻ്റെ ഷുഗർ ലെവല് വലിയ അതിന് അളവ് വ്യത്യാസമില്ലാതെ നിയന്ത്രിക്കാൻ ചക്ക കൂട്ടാൻ കഴിയും, ചക്ക തോരന് കഴിയും എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2025 കേംബ്രിഡ്ജ് 2021 കണ്ടെത്തി. ചക്കയിലുള്ള നാരുകൾ, ഉയർന്ന അളവിലുള്ള നാര്, എമ്പാടും നാരുള്ള ഒരു ഭക്ഷണമാണ് ചക്ക. ഇത് പെട്ടെന്ന് വിശക്കുന്ന ശരീരഭാഗം ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് എന്ത് കൂടൂല? ശരീരഭാരം കൂടൂല.
ഇന്നിപ്പോൾ 100, 108 കിലോ ഒക്കെയാണ് ഓരോരുത്തർ. ഇന്നലെ ഒരാളിനോട് ചിരിച്ചുകൊണ്ട് പറയാം എനിക്ക് 108 കിലോ. പഴയ കാലത്തൊക്കെ ചിരിച്ചുകൊണ്ട് പറയാണ് ഞാൻ 108 കിലോ എന്നാണ്. ഒരാൾ ഇന്നലെ ക്ലാസ്സിന് വന്ന ആളിനോട് പറയാം ഞാൻ 108 കിലോ ആണ്. പഴയ കാലത്ത് 108 കിലോ ആണെങ്കിൽ 4 ആളെ കൂട്ടണം. കാരണം അവർ കഴിക്കുന്ന വിഭവങ്ങൾ അവരുടെ ശരീരത്തെ ഭാരത്തിന് ആകെ ഭാരം എല്ലിനെ ഉണ്ടാവുള്ളൂ, ഇറച്ചിക്കില്ല. കാരണം അങ്ങനത്തെ ഇറച്ചി തൂങ്ങില്ല. ഇപ്പം ഇന്ന് ബാല്യക്കാരായ കുട്ടികൾക്ക് ഇവിടെ എടുത്തു പോകും, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പഴയ കാലത്ത് തൂങ്ങുകയാണെങ്കിൽ ഇപ്പം അന്നത്തെ തൂങ്ങത്തിനേക്കാൾ ചെസ്റ്റിൽ മനസ്സിലായില്ലേ, ഈ ബ്രസ്റ്റിൻ്റെ ഇവിടെ തൂങ്ങുക എന്നുള്ളത് പണ്ടത്തെക്കാൾ പുതിയ പെൺകുട്ടികളിൽ കൂടുതൽ. നിങ്ങൾ തോന്നുന്നുണ്ട് ഓളെ ചൊറുക്കാണത്? അല്ല, ഓളെ ആരോഗ്യക്കമ്മിയാണ്. ഇന്നത്തെ പുതിയ ഭക്ഷണം. ആൺകുട്ടികൾക്കിപ്പം എന്തുണ്ടായി? ആൺകുട്ടികൾക്ക് മുലണ്ടാകാൻ കാരണം എന്താ? ഇന്നത്തെ പുതിയ ഭക്ഷണം. ആൺകുട്ടികൾക്ക് മുലണ്ടാവില്ലല്ലോ. ഇതന്നെ ഇപ്പം ആൺകുട്ടികളുടെ മുല കൂടി, പെൺകുട്ടികൾ അമിതമായും കൂടി. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പോകുന്ന നല്ല ഒരു സുന്ദരി എൻ്റെ ചങ്ങായി, ഓളെ കഥ പോക്ക. ശരീരത്തിന് ഭാരം കുറക്കും, തൂങ്ങൽ കുറക്കാനൊക്കെ ചക്ക കൂടുതൽ കഴിക്കുന്നവർക്ക് ആകെ ഉണ്ടാകുക എന്താ അറിയോ? കുറച്ച് വയറുണ്ടാവും. പക്ഷെ ആ വയറ് ആരോഗ്യമുള്ള വയറ് 2 ജാതിയാണ്. അധ്വാനിക്കുന്നവർക്ക് വയറുണ്ടെങ്കിൽ പോലും ഇപ്പം ഏറ്റവും വലിയ ബലവാനാണ് അലി ഇബ്നു അബി ത്വാലിബ്. കുറച്ച് പള്ളുണ്ട്. പള്ള 2 സൈസ് ഉണ്ട്. അധ്വാനിക്കാത്തവൻ്റെ പള്ളയും അധ്വാനിക്കണവൻ്റെ പള്ളയും. അധ്വാനിക്കാൻ്റെ പള്ളമ 4 ആൾ കൂടി ഇടിച്ചാൽ ഒന്നും പറ്റില്ല. നല്ല കാറ്റ് നിറച്ച ഒരു ഫുട്ബോളിനെ ഇടിച്ചുകൊണ്ട് അതിനൊന്നും പറ്റാത്തത് പോലെയാണ് ചില ആളുകളെ പള്ള. ചില ആൾ പഴയ എൻ്റെ കുട്ടിക്കാലത്തിന് ഓർമ്മയുണ്ട്, ഇങ്ങനെ നിന്നിട്ട് പള്ളം മേടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇടിപ്പിക്കും. ഒന്നും പറ്റൂല. കാരണം അധ്വാനിക്കുന്ന തടിയിൽ വയറ് കുറച്ചുണ്ടായി. ഇപ്പോൾ ഈ ചക്കയൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായും അമിതമായി ചക്ക കഴിക്കും. അമിതമായി ഇപ്പോൾ പള്ള കൂടുന്നത് ഈ ചക്ക നിർത്താൻ കേട്ടാ. അമിതമായി ചക്ക ഉപയോഗിച്ചാൽ കുറച്ച് വയറ് കൂടും. പക്ഷെ ആ വയറ് അധ്വാനിക്കുന്നവൻ്റെ വയറാണെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവും? കരുത്തുണ്ടാവും. നിങ്ങളിപ്പോൾ അങ്ങനെ അമിതമായി കഴിക്കൂല. ഞാൻ കുറച്ചെങ്കിലും കഴിക്കുന്ന പറയണത്. അമിതം എന്ന് പറഞ്ഞാൽ അവർക്ക് രാവും പകലും ഒക്കെ ചക്കയിരിക്കും. മനസ്സിലാവേണ്ടി പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിതൊക്കെ ശ്രദ്ധിക്കാം. എന്നിട്ട് ആ പഴയ ലെവലിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. തീർച്ചയായും കഴിയും. ഇപ്പം ഞാൻ പറയട്ടെ, 10 സെൻറ്റ് ഭൂമി എന്തിനാ ഇപ്പം മൂത്തേടത്തിൻ്റെ വർത്താനം പറയുന്നത്? എടാ, ഒരു 5 സെൻറ്റിലുള്ളടത്ത് പുതിയ പ്ലാവിൻ്റെ തൈ മണ്ണൂത്തിപ്പോയാൽ കിട്ടും. ഇനി മണ്ണൂത്തിൽ മാത്രമല്ല, ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇല്ലേ ഫാം, ചെറിയ നഴ്സറികളില്ലേ ഉണ്ട്. എടാ കുട്ടി, ഞാൻ പറഞ്ഞ് നാടൻ തൈ എന്ന് പറഞ്ഞിരിക്കല്ലേ. നാടൻ തൈ ആയിക്കോട്ടെ, പക്ഷെ ഈ നാടനല്ലല്ലോ. അപ്പം നമുക്ക് നാടൻ തൈ ആവണത് ഫാമിലെ തൈ ആയാലും മതി. ഇത് കൊണ്ടുവന്ന് വെക്ക്. എന്നാലും അതിൽ ഉണ്ടാകണത് മാങ്ങയല്ലല്ലോ, ചക്കയല്ലേ. ഗുണം അതിനുണ്ടാവും. 100% ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ചെറിയ വ്യത്യാസം. എന്നാലും അത് ചക്കയാണ്, അതിന് ഗുണം 100% ഉണ്ടാവും. ഇപ്പം നമ്മളെ മൂത്തേടത്തെയും നിലമ്പൂരത്തെയും മലപ്പുറത്തെയും ചക്ക കൊണ്ടുപോയിട്ടാണ് ഓക്സ്ഫോർഡ് പരിശോധിക്കുന്നത്. ഓക്സ്ഫോർഡിൽ പരിശോധിച്ച ചക്ക എന്തായിരിക്കും? ഫാമിലെ ചക്ക. അതിൻ്റെ ഗുണം അവരീ പറഞ്ഞ് നാടൻ ചക്ക എന്ന് പറയാൻ കൈ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഓക്സ്ഫോർഡിൽ പഠനം നടത്തിയ ചക്ക, ഫാമിൽ വളർത്തിയ ചക്കയല്ലേ. ഈ ഏത് ചക്കയായിരിക്കും? ഇന്നത്തെ എന്താ പറയുക, നമ്മളെ ഈ എന്താ പറയുക, രാസവളങ്ങൾ ഇട്ട് കൊടുത്ത് വളർത്തിയ പ്ലാവിൻ്റെ ചക്കയാണ് ഇപ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പരിശോധിക്കണത്. അതിൻ്റെ ഗുണമാണ് പോലീ പറഞ്ഞത്. അത് മതിയാലോ നമുക്ക്. അൽഹംദുലില്ലാ, നമ്മൾ പഴയ മനുഷ്യന്മാരൊന്നും അല്ലല്ലോ. മതി എന്ന് സിഡ്നി യൂണിവേഴ്സിറ്റി, എൻ്റെ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് സിഡ്നി യൂണിവേഴ്സിറ്റി. അവിടുത്തെ എന്താ പറയുക, സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് നടത്തിയ പഠനത്തിൽ വെളിപ്പെടുത്തിയ ചില ഗവേഷണം 2017 അവരുടെ കണ്ടെത്തൽ. പച്ചച്ചക്കയുടെ ഗ്ലൈസമിക് ലോഡ് വെറും 17
17% മാത്രമാണ്. 17. സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഗ്ലൈസമിക് ലോഡ് എന്ന് പറഞ്ഞാൽ അത് ചോറാണെങ്കിൽ 29, ചപ്പാത്തി ഗോതമ്പാണെങ്കിൽ അത് 27 എന്നൊക്കെ വരും. അതേ സമയത്ത് അതിനേക്കാൾ 40% കുറവാണ് ഗ്ലൈസമിക് ലോഡ് എന്തിന്? പച്ചച്ചക്കക്ക്. അതുകൊണ്ട് തന്നെ സിഡ്നി യൂണിവേഴ്സിറ്റി 2017 പഠന റിപ്പോർട്ട് ചോറിന് പകരമായി പച്ചച്ചക്ക കഴിക്കുമ്പോൾ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റും കലോറിയും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എത്തുകയുള്ളൂ. ഇത് പ്രമേഹ രോഗികൾക്ക് ആരോഗ്യവത്തായി ജീവിക്കാൻ ഉപകരിക്കും. ഇപ്പം നമ്മൾ ചോറ് കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കൂടും. അതിന് പകരം എന്ത് കഴിച്ചു? ചക്ക കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ് കൂടൂല. അപ്പം എന്ത് കൂടൂല? പറയാം, കാർബോഹൈഡ്രേറ്റ് കൂടിയാലേ എന്ത് കൂടുള്ളൂ? ഷുഗർ കൂടുള്ളൂ. കാർബോഹൈഡ്രേറ്റ് കൂടൂല ചക്ക കഴിച്ചാൽ. ചിന്തിക്ക്. ഇതിപ്പോൾ ആസ്ട്രേലിയയിൽ സിഡ്നി യൂണിവേഴ്സിറ്റി 2017 നടത്തിയ പഠനമാണിത്. ചോറിന് പകരം അല്ലെങ്കിൽ നല്ല കുത്തരിച്ചോറ് കുറച്ചിടുക, കുറച്ച് കുത്തരിച്ചോറ്. വൈറ്റ് റൈസ് ഇവിടെ നമ്മളെ ചർച്ചയിലേക്ക് ചെയ്യാമെന്നാൽ വരെ ഉണ്ടാവില്ല. വൈറ്റ് റൈസ് കഴിക്കുകയും ചെയ്യരുത്. കഴിക്കേ ചോറ് കഴിച്ചില്ലേന്ന് വേണ്ടില്ല. ഞാനിപ്പോൾ ഈ ഇവൻ്റെ സൈനുവിൻ്റെ ഒക്കെ ഒപ്പം പോയിട്ട് ഈ ആഴ്ച എന്താ പറയുക, ഇതിന് കഴിക്കേണ്ടി വന്നു. അതിൻ്റെ അത് പിന്നീട് 2-3 വട്ടം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അച്ഛനെ ഈ ആഴ്ച ആ ചോറ് കഴിച്ചല്ലോ ഇങ്ങനെ മനസ്സിലൊരു ഇടങ്ങേറ്. കാരണം ഞാൻ വീട്ടിലാണ് എങ്കിൽ ഇത് കഴിക്കില്ല. എന്താ എൻ്റെ വീട്ടിലെ കുട്ടികൾ ഇവിടെ ഉണ്ട്, ചോദിച്ചു നോക്കി അവരോട്. എനിക്ക് വെക്കം വേറെ ചോറാണ്. അത് കുത്തരി എന്ന് പറഞ്ഞാൽ എന്ത് പോകാത്തത്? തവിടൊരാശേഷം പോകാത്തത്. ഉമി മാത്രമേ പോകുള്ളൂ. അത് തിന്നാനൊരു സുഖം ഉണ്ടാവില്ല. പക്ഷേ അത് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും, ഷുഗർ കുറയും. അതാണ് യഥാർത്ഥ ചോറ്. പഴയ കാലത്തെ ചോറ് കഴിച്ചാൽ തന്നെ പ്രമേയം ഉണ്ടാവില്ല. അക്കാലത്ത് പ്രമേയം ഉണ്ടാവും മുതലാളിമാർക്ക്. ഓലിക്ക് കുത്തിയാലും പൂതി തീരൂല. പെണ്ണുങ്ങൾ നിർത്തിയിട്ട് കുത്തി കഴിയുക. കുത്തിയിട്ട് എവിടെ എത്തണം?